Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീം ബൺ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ക്രീം ബൺ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഫെർമെന്റേഷൻ ആയിട്ട് വെക്കണം. അപ്പോൾ ചെറിയ ചൂടുള്ള പാൽ വേണം എടുക്കാനായിട്ട്, ഒത്തിരി ചൂട് കൂടാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇത്രയും ചേർത്ത് പൊടികളെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബണ്ണിന് കിട്ടുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈ വെച്ച് നല്ലവണ്ണം ഇതൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊക്കെ അത്യാവശ്യം നന്നായി ചേർത്തതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒത്തിരി ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് കഴുകി വന്നിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ കുഴച്ചെടുക്കുക. ബട്ടർ നമ്മുടെ മാവിലെല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആവുന്ന വിധത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ ചേർത്തതിന് ശേഷം കുഴച്ചെടുക്കുമ്പോൾ അങ്ങനെ കയ്യിലൊന്നും ഒട്ടി പിടിക്കൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. ഇനി ഇതാ ഇത് ഒരു ബോൾ പോലെ ആക്കിയതിന് ശേഷം ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം വെക്കുന്നതിന് മുമ്പ് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം മാവ് ബൗളിലേക്ക് വെക്കാനായിട്ട്. അതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്ന ബൗളിൻ്റെ അരികു വശങ്ങളിലും സൈഡുകളിലും നമ്മൾ ബട്ടർ അല്ലെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഒട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുകളിലും ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവൊന്നും ഡ്രൈ ആയി പോവില്ല. ഇനി നമുക്ക് ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ആ പാത്രം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ക്ലീൻ റാപ്പ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണി, ഒത്തിരി നനഞ്ഞതല്ല, ചെറിയൊരു നനവുള്ള തുണി അതിന് മുകളിലിട്ടിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മാവ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ നന്നായിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ മാവ് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി അത് കൈവച്ച് വീണ്ടും നല്ലവണ്ണം കുഴച്ചെടുക്കുക. വീണ്ടും നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ബണ്ണ് നല്ല സ്പഞ്ചി ആയിട്ട് കിട്ടുക. അങ്ങനെ നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ നമ്മുടെ മാവ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുകളിൽ പൊട്ടലൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം ഇത് റോൾ ചെയ്തെടുക്കാനായിട്ട്. കാരണം പൊട്ടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബണ്ണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന്മേൽ നിറച്ച് ക്രാക്കേഴ്സ് ഇങ്ങനെ പൊട്ടൽ വരും. അപ്പോൾ അങ്ങനെ വലിയ പൊട്ടൽ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഇതുമ്പോൾ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ പറയുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മുടെ ബണ്ണൊക്കെ നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് വീർത്ത് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും 15 മിനിറ്റ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബണ്ണൊക്കെ കണ്ടില്ലേ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ബണ്ണ് വീതം ഇതുപോലെ ഇങ്ങനെ പതുക്കെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ചൂടാവാൻ പാടില്ല എണ്ണ. ഒത്തിരി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം നമ്മുടെ ബണ്ണിൻ്റെ കളറാവും, പക്ഷെ ഉള്ളിലോട്ടൊന്നും വേവ് ആവില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ബണ്ണൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ കുറേശ്ശെ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അത് പൊങ്ങി വരും നന്നായിട്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ട് എല്ലാ ഭാഗത്തും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തീ എപ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂട് ഒത്തിരി കൂടുതലാവുമ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അതുകൊണ്ട് അടി കട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബണ്ണോട് റെഡിയായി. ഇനി ഇതിലേക്കുള്ള ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിക്കുള്ള ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി.
നല്ല ക്രീമി ആക്കി എടുത്താൽ മതി കേട്ടോ. നന്നായി ബീറ്റ് ചെയ്ത് ഒന്ന് ക്രീം ആക്കി എടുത്താൽ മതി. ഒരിത്തിരി ലൂസായിട്ടുള്ള പോലത്തെ ക്രീമാണ് വേണ്ടതെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ തിളപ്പിച്ചാറിയ പാൽ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഒരു ലൂസായിട്ടുള്ള പോലത്തെ ക്രീം കിട്ടും നമുക്ക്. ഇത് നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്നെസ്സിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രീം റെഡിയായി. പിന്നെ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങാ ബണ്ണ് ഉണ്ടാക്കിയപ്പോൾ ചെയ്തതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ ബണ്ണിന് മുകളിൽ ഒരു കിച്ചൺ ടവലൊന്ന് ഏതെങ്കിലും ഒരു ടവലൊന്ന് വിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റായി കിട്ടും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റായി കിട്ടും ചൂടൊക്കെ ആറിയിട്ട്. പിന്നെ ചൂടാറിയതിന് ശേഷം മാത്രം ക്രീം നമ്മുടെ ബണ്ണിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ആ ചൂടുകൊണ്ട് ക്രീമൊക്കെ ഇങ്ങനെ മെൽറ്റായി പോവും. എന്നിട്ട് പകുതി കട്ടിയാണെങ്കിൽ പകുതി കട്ടി ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് ക്രീം വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.